നേഷൻ ഫസ്റ്റ് ചാനലിൽ നമ്മോടൊപ്പമുള്ള അതിഥി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സർ, നമ്മൾ ഇതിനു മുന്നേയും സംസാരിച്ചിട്ടുള്ള വിഷയമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേസുമായി ബന്ധപ്പെട്ട് പ്രതികളൊക്കെ തന്നെ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു. ഇനി ആകെ പത്മകുമാർ മാത്രം. സർ, ഇന്ന് തന്ത്രി പുറത്തിറങ്ങിയിരിക്കുന്നു. അപ്പോൾ തന്ത്രി കണ്ഠരര് മോഹനര് പുറത്തിറങ്ങുമ്പോൾ ചില ചോദ്യങ്ങൾ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയ വ്യവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. SIT അന്വേഷണം ശരിക്കും തെളിവുകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിന് എന്തായാലും ഉത്തരവിൻ്റെ കോപ്പി കിട്ടിക്കാണും. സർ, കണ്ഠരര് രാജീവര് പുറത്തിറങ്ങുമ്പോൾ ഇതുവരെ നടന്നിരിക്കുന്ന SIT അന്വേഷണത്തിൻ്റെ ഒരു വിലയിരുത്തൽ അല്ലേ സർ ഇതിലൂടെ ഉണ്ടാകുന്ന? തെളിവ് കിട്ടാത്ത അന്വേഷണമോ? സർ, ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനമാണ് താങ്കൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ അറിയാവുന്നതാണ്. മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ തന്നെ താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിരവധി തവണ സംസാരിച്ചിട്ടുള്ളതാണ്. സർ, എന്താണ് സർ ഇന്നത്തെ ഈ ജാമ്യം, ഈ തന്ത്രി പുറത്തിറങ്ങുമ്പോൾ എന്താണ് സാറിന് എന്താ തോന്നുന്നത്? അയ്യപ്പദാസേ, എനിക്ക് ഈ കാര്യത്തില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ, അതായത് ഈ കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, അത് രണ്ട് ജഡ്ജിമാരാണ് ആ കേസ് കേൾക്കുന്നത്. അവരാണ് ഈ കേസിനെ മോണിറ്റർ ചെയ്യുന്നത്. SIT അന്വേഷണത്തിനുള്ള ടീമിനെ പ്രഖ്യാപിച്ച കേസ് അന്വേഷണത്തിന്റെ എല്ലാ ചുമതലയും മേൽനോട്ടം വഹിക്കുന്നത് ഈ ഡിവിഷൻ ബെഞ്ചാണ്. ആ ബെഞ്ച് ഏതാനും നാളുകൾക്ക് മുമ്പ് ഇറക്കിയ ഒരു ഉത്തരവ്, ഇപ്പോൾ ഓർമ്മയുണ്ടാവും, ഉത്തരവിലെ ഒരു പരാമർശം, ഇങ്ങനെ SIT പ്രതികളൊക്കെ ഇങ്ങനെ കൂടെ ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന സമയത്ത് അന്ന് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾ ആരും, കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ആരും ഇത്തരം കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സ്വാഭാവിക ജാമ്യം കിട്ടി എത്ര പ്രതികൾ വേണമെങ്കിലും ഈ കേസിലെ പുറത്തിറങ്ങിക്കോട്ടെ. പക്ഷേ കേസുമായിട്ട് ബന്ധപ്പെട്ട തെളിവിൽ നിൽക്കുന്ന ആളുകൾ അവരാരും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾ നേരിട്ട് അന്വേഷിക്കുന്ന ഒരു കേസാണിത്. നേരിട്ട് അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മോണിറ്റർ ചെയ്യുന്ന കേസാണ്. ഞങ്ങളാണ് കേസിനെ നിരീക്ഷിക്കുന്നത്. SITക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് SITയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ്. ഈ റിപ്പോർട്ടുകൾ, ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ ആരും കാണുന്നില്ല. ഇവർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ, SITയുടെ തെളിവുകൾ എല്ലാം നേരെ ദേവസ്വം ബെഞ്ചിനാണ് പോകുന്നത്. ആ കേസിന്റെ വാദം കേൾക്കുന്നത് തന്നെ ഇപ്പോൾ അറിയാമല്ലോ, അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം കേൾക്കുന്നത്. SP ഉണ്ടാകും, അല്ലെങ്കിൽ ADGP വരികയാണ്, അദ്ദേഹത്തെ വിളിക്കും. അങ്ങനെ മറ്റാരും ഇത് അറിയുന്ന പോലുമില്ല. എന്തൊക്കെയാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്, എന്തൊക്കെയാണ് SIT ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടായിട്ട് ഹൈക്കോടതി മുമ്പാകെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഈ ജഡ്ജിമാർക്കും അറിയാം, SIT ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം. ബാക്കിയൊക്കെ പുറത്ത് കേൾക്കുന്ന നമ്മൾ ഈ വ്യാഖ്യാനങ്ങളാണ്. പിന്നെ കുറച്ച് അറിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ജാമ്യം പരിഗണിക്കുന്ന അവസരങ്ങളിലും അതേപോലെ SITയുടെ റിപ്പോർട്ടുകൾ കാണുന്ന അവസരങ്ങളിൽ ചില വിലയിരുത്തലുകൾ, അങ്ങനെ പലതവണ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് വരുന്ന ചില പരാമർശങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ആ അടിസ്ഥാനത്തിൽ വേണം ഇന്നലെ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം ഇന്നലെയാണ് കൊല്ലം വിജിലൻസ് കോടതിയാണ് പരിഗണിച്ചത്. അതായത് ഇതിനകത്തിൽ സാമ്പത്തിക കുറ്റാരോപണം കൂടെ നിലനിൽക്കുന്നത് കൊണ്ട് വിജിലൻസ് കോടതിയാണ് ആ ജാമ്യം കേട്ടത്. സാധാരണഗതിയിൽ ചില കേസുകളിലെ ഹൈക്കോടതിയിലൊക്കെയാണ് ജാമ്യം വരാറുള്ളത്. ഈ കേസിൽ ഇങ്ങനെ ഒരു പ്രത്യേകത ഇതിനകത്തിലുണ്ട്. അപ്പൊ ഈ കേസ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട 2 FIRകളാണ് ഉള്ളത്. ഈ 2 FIRലും കണ്ഠരര് രാജീവർ ഒരു പ്രതിയാണ്. രാജീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരനെ പോലെ അല്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയല്ല, അല്ലെങ്കിൽ ദേവസ്വം ഉദ്യോഗസ്ഥനല്ല. ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. അങ്ങനെയുള്ള ആളാണ് രാജീവർ എന്ന് പറയുന്നത്. അവർക്ക് കേരളത്തിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് എത്രയോ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് അല്ലേ? അയ്യപ്പ ക്ഷേത്രങ്ങളിൽ തന്ത്രിസ്ഥാനം വഹിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളിനെ ഈ കേസുമായിട്ട് ബന്ധപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ തെളിവ് ശേഖരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം വളരെ ആലോചിച്ചല്ലേ SIT അറസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെയല്ലേ സാധ്യതയുള്ളൂ. കാരണം അത് വിശ്വാസ സമൂഹത്തെ കൂടെ ബാധിക്കുന്നതാണ് അല്ലേ? ലക്ഷക്കണക്കിന് വിശ്വാസികളെയും കൂടെ ബാധിക്കുന്ന വിഷയമാണത്. അപ്പൊ അവര് വളരെ ജാഗ്രതയില്ലാതെ ഒരു കാരണവശാലും തന്ത്രിയെ കേസിൽപ്പെടുത്തുകയില്ല. പക്ഷെ ഇപ്പൊ ചില മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യം എന്താണ്? അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും ഹാജരാക്കാൻ, ഇന്നലെ ജാമ്യാപേക്ഷ വന്നപ്പോൾ ഒരു തെളിവും ഹാജരാക്കാൻ SITക്ക് കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇന്ന് ആ വിധിന്യായം കണ്ടിരുന്നു. കാരണം ഇന്നലെയാണ് ജാമ്യാപേക്ഷ ഉത്തരവായെങ്കിലും അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്.
അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തെ കേസുമായിട്ട് പ്രത്യക്ഷമായി ബന്ധിപ്പിക്കാവുന്ന ചില തെളിവുകളുടെ അഭാവം ഒന്ന് അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ തന്ത്രിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് താന്ത്രികപരമായ അവകാശം മാത്രമേ ശബരിമലയിലുള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആത്മീയപരമായ ശബരിമലയിലെ കർമ്മങ്ങൾ, പൂജാകർമ്മങ്ങളുടെ അവകാശമേ ഉള്ളൂ. മറ്റു കാര്യങ്ങൾ, ഭൗതികമായ വിഷയങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതിന്റെ കസ്റ്റോഡിയൻ, ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് ദേവസ്വം ബോർഡ് വേണം അക്കാര്യം തീരുമാനമെടുക്കാവുന്നതാണ്. ഇതൊക്കെ സാങ്കേതികമായിട്ട് പറയുകയാണെങ്കിൽ ശരിയാണ് അയ്യപ്പദാസ്, ശരിയാണ്, ഇതിനകത്ത് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ തന്ത്രി ഇതിനകത്തിൽ എങ്ങനെ ബന്ധപ്പെട്ട് വരുന്നു, ആ പശ്ചാത്തലം നമ്മൾ അന്വേഷിക്കണം. ശരിയാണ്, തന്ത്രിക്ക് ആത്മീയപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നമ്മളത് അംഗീകരിക്കാം. പക്ഷേ എനിക്കും അറിയാം, അയ്യപ്പദാസിനും അറിയാം, നമ്മളെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ശബരിമല തന്ത്രിയുടെ അറിവോ സമ്മതമോ കൂടാതെ ശബരിമലയിൽ നിന്ന് എന്തെങ്കിലും, ശബരിമല സന്നിധാനത്ത് നിന്ന് എന്തെങ്കിലും ഒരു വസ്തു പുറത്തേക്ക് കൊണ്ടുപോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സാധിക്കുകയില്ല. കൊണ്ട് സാധിക്കുകയില്ല. അതിന് രണ്ട് ഉത്തരവുകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ദേവസ്വം മാനുവല്, പണ്ട് ഉണ്ടായിരുന്ന ദേവസ്വം മാനുവൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2023 ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിച്ച ഉത്തരവുണ്ട്. ഹൈക്കോടതിയുടെ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹവും അറിയണം. അദ്ദേഹവും അറിഞ്ഞിട്ട് മാത്രമേ ശബരിമലയിലെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കാവൂ. അത് തന്നെയല്ല, അവിടെ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് വേണ്ടത്? ശബരിമലയിലെ എന്തെങ്കിലും അറ്റകുറ്റപ്പണി, മെയിൻ്റെനൻസ് വരികയാണെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് തന്നെ നടത്തണം. അവിടെ വിട്ട് പോകാൻ പാടില്ല എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും പോകാൻ പാടില്ല. അത്ര പവിത്രമായ വസ്തുക്കളാണ് ഭക്തന്മാർ അയ്യപ്പ സ്വാമിക്ക് നൽകിയിരിക്കുന്ന പവിത്രമായ വസ്തുക്കളാണ് അല്ലേ? അതിന് വലിയ ആധ്യാത്മികമായിട്ടും വലിയ വിശ്വാസപരമായിട്ടും വലിയ മൂല്യമുള്ള വസ്തുക്കളാണ്. അല്ലാതെ സ്വർണത്തിന്റെയോ മറ്റൊന്നിന്റെയോ വിലയല്ല അവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് സന്നിധാനത്ത് വെച്ച് തന്നെ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്ന് പറഞ്ഞത്. ഇതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾക്ക് ആർക്കും അഭിപ്രായമില്ല. തന്ത്രി ഇക്കാര്യത്തിലെ ക്രിമിനൽ കോൺസ്പിറസിയിൽ തന്ത്രിക്ക് പങ്കുള്ളതായിട്ട് ആരും പറയുന്നില്ല. SIT അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. ഇതെല്ലാം ഇളക്കിക്കൊണ്ട് പോകാൻ നേരത്ത് തന്ത്രി അതിന് കൂട്ടുനിന്നു. അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പങ്ങൾ ഇറക്കിയ സമയത്ത് തന്ത്രി അതിനോടൊപ്പം അവരെ സഹായിച്ചുകൊണ്ട് നിന്നു എന്നൊന്നും പറയുന്നില്ല. ശരിയാണ്, അങ്ങനെ വാദിക്കുന്നവരുടെ വാദം ശരിയാണ്. ദേവസ്വം ബോർഡിനാണ് അധികാരം. അവിടെ നിന്ന് അത് ഇളക്കുകയോ പുറത്തേക്ക് കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്ത കാര്യങ്ങൾ ദേവസ്വം ബോർഡിന് അധികാരം. പക്ഷെ തന്ത്രി സന്നിധാനത്തുണ്ട് ഇല്ലേ? തന്ത്രിയുണ്ട്. അല്ലെങ്കിൽ പുറപ്പെടാശാന്തി, ശബരിമല സന്നിധാനത്ത് പുറപ്പെടാശാന്തി ഉണ്ട്. 365 ദിവസവും പുറപ്പെടാശാന്തി ഉണ്ട് അവിടെ. തന്ത്രി ഈ പൂജ കഴിഞ്ഞ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അദ്ദേഹം തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ അവിടെ പുറപ്പെടാശാന്തി ഉണ്ട്. അപ്പൊ അവരറിയണമല്ലോ ശബരിമലയിൽ നിന്ന്, അതായത് ഭഗവാന്റെ ശ്രീകോവിലിൽ ചേർത്ത് ചാർത്തിയിരിക്കുന്ന അല്ലെ, ഇതൊക്കെ ദേവചൈതന്യമുള്ള വസ്തുക്കളാണ്. ദ്വാരപാലക ശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ശില്പത്തെ തൊട്ട് തൊഴും. അയ്യപ്പസ്വാമിയെ കാവൽ നിൽക്കുന്ന ആ ശില്പങ്ങളെ തൊട്ട് തൊഴുത ശേഷമാണ് തന്ത്രി പോലും അകത്തേക്ക് കടക്കുന്നത്. അത് ഭഗവാനെ കാത്തു നിൽക്കുന്നതാണ്. അത്ര പവിത്രമായ വസ്തുക്കളാണ്. അതുപോലെ ചൈതന്യമുണ്ട്. ഇതിന് ഹവിസുണ്ട്. ഉത്സവ ബലി സമയത്തൊക്കെ ഇതിന് ഹവിസ് അർപ്പിക്കുന്നതാണ്. അപ്പൊ അത്ര ചൈതന്യമുള്ള വസ്തുക്കളാണത്. അതൊക്കെ ആരും അറിയാതെ തന്ത്രിയോട് അനുവാദം ചോദിക്കാതെ ഇളക്കിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. സാധാരണഗതി വിശ്വസിക്കാനൊക്കത്തില്ല. സാർ, ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ സാർ, ഇപ്പൊ ഈ വന്നിരിക്കുന്ന ജാമ്യ വ്യവസ്ഥയുടെ ഉത്തരവ് സാറിന് ഇന്ന് കിട്ടിയെന്ന് പറയുന്നു. സാർ, ഈ തെളിവില്ല, ആ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതെന്ന് പറയുമ്പോഴും ഈ പറയുന്ന കാരണങ്ങൾ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ, ഈ ഭാരതത്തിന്റെ നിയമ സംഹിതയിൽ ഈ ജാമ്യം കൊടുക്കുന്നതിന് തടസ്സമാകുന്നില്ല എന്നുള്ളതാണോ സാർ? അല്ല, കൊടുക്കാൻ വെച്ചാല് അതിനകത്തില്ല. ഇപ്പം വിജിലൻസ് കോടതിയിൽ വരുന്ന ജാമ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ജാമ്യ ഹർജി വന്നു കഴിഞ്ഞാൽ അത് കേസിന്റെ മെറിറ്റിലേക്ക് കടന്നു ചെല്ലത്തില്ല. അതായത് കേസിന്റെ വിശദാംശങ്ങൾ, തന്ത്രിയെ കണക്ട് ചെയ്യാവുന്ന ഒരുപാട് തെളിവുകളൊന്നും SIT അവിടെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. കാരണം ഇത് രഹസ്യ ഡോക്യുമെന്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ രഹസ്യമായ ഡോക്യുമെന്റ് ആണിത്. കാരണം ഇത് ജാമ്യം പരിഗണിക്കുകയാണല്ലോ. ജാമ്യത്തിനകത്തിൽ ഒരിക്കലും കേസിന്റെ വാദത്തിലേക്കൊന്നും, അദ്ദേഹം പറഞ്ഞ മെറിറ്റിലേക്ക് കടക്കത്തില്ല കോടതി. അത്യാവശ്യം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രാഥമികമായ വിവരം മാത്രമേ SIT അവിടെ കൊടുക്കത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ ചോദിക്കണം സാർ, സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം, ഇദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങാനുള്ള തെളിവുകൾ SITക്ക് ഉണ്ട് എന്ന് തന്നെ. അതാണ് സാർ തുടക്കത്തിൽ പറഞ്ഞത്, തന്ത്രി പുറത്തിറങ്ങും പക്ഷേ രക്ഷപ്പെടില്ല എന്ന് കോടതി പറയുന്നതിന്റെ അർത്ഥം അത് തന്നെയാണോ? തീർച്ചയായിട്ടും അവര് കാണുന്നുണ്ടാവും. അയ്യപ്പദാസൻ 41 ദിവസം കഴിഞ്ഞാണ് തന്ത്രി പുറത്തിറങ്ങുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. അതായത് ഒരു മണ്ഡലക്കാലം മുഴുവൻ
നോക്കുക, അയ്യപ്പസ്വാമിയുടെ ഓരോ നിമിത്തങ്ങൾ നോക്കുക. ഒരു മണ്ഡലക്കാലം മുഴുവൻ 41 ദിവസമാണല്ലോ ഒരു മണ്ഡലക്കാലം എന്ന് പറയുന്നത്. അത്രയും ദിവസം തന്ത്രി ജയിലിനകത്തായിരുന്നു. ഈ 41 ദിവസം കൊണ്ട് തന്ത്രി ഒരു ബോൺ ക്രിമിനൽ ആണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലവുമില്ല. അങ്ങനെയുള്ള നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ SITക്ക് കഴിയുകയില്ലേ? കേരള പോലീസിലെ അതിസമർത്ഥരായ നമ്മുടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയുന്നത് പോലെ മിടുക്കരായ, ഇന്ത്യയിലെ രാജ്യത്തെ മിടുക്കരായ ഉദ്യോഗസ്ഥരാണ് കേസ് അന്വേഷിക്കുന്നതാണ് ഹൈക്കോടതി തന്നെ പറയുന്നത്. അവർക്ക് 41 ദിവസം ധാരാളം സമയമല്ലേ അയ്യപ്പദാസെ അദ്ദേഹത്തിന്റെ നിന്ന് മൊഴികൾ ശേഖരിക്കാൻ, ആ തെളിവ് ശേഖരിക്കാൻ? തീർച്ചയായിട്ടും പറ്റും അവർക്ക്. അവരെടുത്ത് കാണും. കാരണം വലിയ കള്ളന്മാരാണെങ്കിലല്ലേ അന്വേഷണത്തെ വഴിതെറ്റിക്കത്തുള്ളൂ. ആവശ്യമുള്ള തന്ത്രിയിൽ നിന്ന് ആവശ്യമുള്ള മൊഴികളൊക്കെ അവരെടുത്തിട്ടുണ്ടാകും. അതിനൊരു സംശയവുമില്ല അത്തരം കാര്യങ്ങളിലോ. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഈ ജാമ്യം കേൾക്കുന്ന ബെഞ്ചിന്റെ മുമ്പാകെ വരണമെന്നില്ല. അവരത് കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഹൈക്കോടതി കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ സമയത്ത് അത് വരും. ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഞാൻ പറഞ്ഞ ക്രിമിനൽ കോൺസ്പിറസിക്ക് ഉപരിയായിട്ട് ഇതിനകത്തിൽ വരാൻ പോകുന്നത് EDയുടെ അന്വേഷണം കൂടെ വരുന്നുണ്ട്. ഇതിനകത്തില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിലെ റെയ്ഡ് ചെയ്തിരുന്നു, EDയും റെയ്ഡ് ചെയ്തിരുന്നു. ഇദ്ദേഹം ഇതിൽ നിന്ന് സാമ്പത്തികമായി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതിലെ പ്രധാന പ്രതി, ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ചേർന്ന്. കാരണം ആ ബന്ധങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. 2007 എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് വരാനിടയായത് കണ്ഠരര് രാജീവരുമായിട്ടുള്ള ബന്ധമാണ്. ബാംഗ്ലൂർ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഇവർ തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഒരു ചെറിയ ജോലിക്കാരനായിട്ട് ശബരിമല സന്നിധാനത്ത് വരുന്നത്. അതിനുശേഷം തന്ത്രിയുടെ ബലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വളർന്നു വന്ന് അവസാനം സ്പോൺസർ ഒക്കെ ആകുന്നെന്ന് പറയുന്നത് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും അവര് തമ്മിലുള്ള വലിയ ആത്മബന്ധമുണ്ട്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 2 കേസുകളിൽ ഒന്നാം പ്രതിയാണ്. അതിന്റെ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിളക്കി കൊണ്ടുപോയതും, കട്ടളപ്പാളി ഇളക്കി കൊണ്ടുപോയതും, ദ്വാരപാലക ശില്പം കൊണ്ടുപോയതും, ഇപ്പൊ കൊടിമരവും വരുന്നുണ്ട് അല്ലെ? ഈ കേസുകളിൽ ഒന്നാം പ്രതിയാണ്. ഒന്നാം പ്രതിയുമായിട്ട് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് തന്ത്രിയാണ്. അപ്പൊ ഒന്നാം പ്രതിയുടെ പേരിലുള്ള സാമ്പത്തിക കുറ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറെ സ്വത്തുക്കളൊക്കെ ഇത് SIT ഇതുവരെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങൾ തന്ത്രിയുമായിട്ട് ഉണ്ടോ? സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിലുണ്ടോ? അതും അന്വേഷണത്തിൽ വരും. അപ്പൊ ഇന്ന് ജാമ്യത്തെ കർശനമായ വ്യവസ്ഥ വെച്ചിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാർ, നമുക്ക് ഈ വിഷയം കൺക്ലൂഡ് ചെയ്യുമ്പോൾ സാർ, രാഷ്ട്രീയ മാനത്തെ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഇത് BJPയുടെ സന്ദീപ് വചസ്പതിയൊക്കെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിരുന്ന അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത നാളുകളിൽ തുടക്കത്തിൽ അദ്ദേഹം സംസാരിച്ചതും സാറിന് ഓർമ്മയുണ്ട്. ഈ 41 ദിവസം തുടങ്ങുന്നതിന്റെ പൂജ നടന്ന് ഇറങ്ങുന്ന സമയം, അതായത് ശബരിമല മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം ക്ഷേത്രത്തിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങൾ ചെല്ലുന്നുണ്ട്, ബൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ എനിക്കിതിലൊന്നും പങ്കില്ല, നിങ്ങൾക്ക് അറിയില്ലേ, വളരെ ഫ്രണ്ട്ലിയാണ് സംസാരിച്ചിട്ട് പോയത്. സർ, ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയം ഇതുവരെ മിണ്ടുന്നില്ല, BJP രാഷ്ട്രീയം മിണ്ടുന്നില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൽ. CPM പറയുന്നത് ഞങ്ങൾ തന്ത്രിയെ വരെ അറസ്റ്റ് ചെയ്തു. സാർ, ഇതിന്റെ ഒരു രാഷ്ട്രീയമാനം ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഭവിക്കും എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. അത് തന്ത്രി ആയതുകൊണ്ടാണ്, ശബരിമല തന്ത്രി ആയതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ശബരിമല യുവതി പ്രവേശന സമയത്ത് BJP സംഘപരിവാർ സംഘങ്ങളുടെ അത്തരം കാര്യങ്ങളോട് യോജിച്ചു നിന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും യുവതികൾ, ഈ രാജീവർ തന്നെയാണ് പറഞ്ഞത്, ഏതെങ്കിലും യുവതികൾ ശബരിമലയില് അനധികൃതമായിട്ട് പോലീസ് അകമ്പടിയോടെ വരികയാണെങ്കിൽ ഞാൻ നടയടയ്ക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു അല്ലേ? അതിന് അധികാരമുണ്ട്. അദ്ദേഹത്തിന് നടയടയ്ക്കാം. നടയടച്ചിട്ട് അദ്ദേഹം തീരുമാനിക്കുക എന്ന് ശബരിമല നട തുറക്കുന്നില്ലെന്ന് തന്ത്രി തീരുമാനിച്ച് തുറക്കത്തില്ല. അത് ദേവസ്വം ബോർഡ്, കസ്റ്റോഡിയനായ ദേവസ്വം ബോർഡ് വിചാരിച്ചാലും ചെന്ന് താക്കോലിട്ട് ശബരിമല നട തുറക്കാനൊക്കത്തില്ല. അത്ര അധികാരമുള്ള ആളാണ്. അതുപോലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എന്താണ്, UDF എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ അല്ലേ, ഭാഗികമായിട്ട് അങ്ങനെയാണല്ലോ അത് ചേർന്ന് വരുന്നത്, അതിനോടൊപ്പമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് ഈ കോടതി വിധിയുടെ മറവിൽ, കോടതി വിധി ശരിക്കും അങ്ങനൊന്നും പറഞ്ഞിരുന്നില്ല, കോടതി വിധിയുടെ മറവിൽ ശബരിമലയിൽ നിർബന്ധമായിട്ട് യുവതികളെ കയറ്റി നവോത്ഥാനം നടപ്പാക്കണമെന്ന് ഇവിടുത്തെ LDFന്റെ തീരുമാനമായിരുന്നു. അവരതിനെ കേരളത്തിൽ നിന്ന് ഒരു യുവതികളെയും സ്ത്രീകളെയും കിട്ടാത്തതിന്റെ പേരിലാണ് അല്ലേ പിന്നെ കുറച്ച് ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്നത്. അപ്പൊ അതാണ് അതിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയമുണ്ട്. ഇപ്പോഴും അവരുടെ സത്യവാങ്മൂലം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസികളുടെ പക്ഷത്താണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അന്ന് അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്ത്രിയാണ്.
ഞാൻ നടയടച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു സപ്പോർട്ട് വേണ്ടായല്ലോ. സന്ദീപ് ചെങ്ങന്നൂരുകാരനാണ്. തന്ത്രിയുടെ കുടുംബം ചെങ്ങന്നൂരിനടുത്ത് മുണ്ടങ്കാവിലാണ്. അവർ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധങ്ങളുമുണ്ട്. സന്ദീപിന് അത്തരത്തിലുള്ള വലിയ അടുപ്പങ്ങളുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ആ റെയ്ഡ് നടക്കുന്ന സമയത്തും ഒക്കെ സന്ദീപ് അവിടെ ചെന്നെന്നാണ് എനിക്ക് ആ രാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയാൻ ഉള്ള ഉത്തരവെന്ന് പറയുന്നത്. അപ്പോൾ സാർ, ഇതിൽ ഒരു സംശയം ഇതിൽ അവശേഷിക്കുന്നത്, സാറ് ഇപ്പൊ സംസാരിച്ചു വെച്ച് അതിലുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഈ നടയടയ്ക്കാം എന്ന് തന്ത്രി പറഞ്ഞ ഒരു വാചകം. അത്രയും ഈ ക്ഷേത്രത്തിന് മേൽ അധികാരമുള്ള തന്ത്രി ഈ കട്ടള എടുത്തുകൊണ്ട് പോകുമ്പോൾ, കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോകുമ്പോഴും, സാർ അല്പം മുമ്പ് പറഞ്ഞതാണ്, ദേവസ്വം ബോർഡ് കസ്റ്റോഡിയൻ ആണെങ്കിലും ഇത് കൊണ്ടുപോകാനുള്ള അവകാശം പറയേണ്ടത് തന്ത്രിയാണ് എന്ന് നിൽക്കുന്നില്ലേ? അപ്പോൾ തന്ത്രിക്ക് ഇതിൽ നിന്ന് കൈ കഴുകാൻ കഴിയുമോ? അതുകൂടെ ഒന്ന് പറയൂ സാർ. അവരത് ശരിയാണ്, അവർക്ക് എല്ലാ ചുമതലയും അധികാരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും തന്ത്രി പറയുകയാണ്, നോ, ഇത് ഇവിടെ നിന്ന് എടുക്കാനൊക്കത്തില്ല, ഇത് ഭഗവാന് ഭക്തർ സമർപ്പിച്ചതാണ്, ഇതിന് അനുവാദമില്ല, നിങ്ങൾ ഇത് എടുക്കരുതെന്ന് തന്ത്രി വാക്കാൽ പറഞ്ഞാൽ മതി. അദ്ദേഹം ബലപ്രയോഗത്തിനൊന്നും നിൽക്കണ്ട. അല്ല, വാക്കാൽ പോലും തന്ത്രി പറഞ്ഞിട്ടില്ല അല്ലേ? അതൊരു ചോദ്യമല്ലേ? അപ്പൊ അദ്ദേഹം കുറ്റക്കാരനല്ലേ? അതാണ് സംശയം. അതാണ് അയ്യപ്പദാസ് സംശയം വരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ശബരിമല സന്നിധാനത്ത് ചെന്നിട്ട് മറ്റാർക്കും ചെയ്യാനൊക്കത്തില്ലത്. അതിന് പരമാധികാരി തന്ത്രിയാണ്. ഞാൻ മുമ്പേ അതാണ് സൂചിപ്പിച്ചത്. ശബരിമല നട ഇന്ന് തുറക്കുന്നില്ല, ഇന്ന് മണ്ഡല പൂജയാണ്, തുറക്കുന്നില്ല എന്ന് തന്ത്രി തീരുമാനിച്ചത് തന്നെയാണ്. ആര് വിചാരിച്ചാലും, നിലവിലുള്ള വ്യവസ്ഥ അനുസരിച്ച് ആര് വിചാരിച്ചാലും നട തുറക്കാൻ ഒക്കുകയില്ല, അല്ലെങ്കിൽ അടയ്ക്കാൻ ഒക്കത്തില്ല. അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അങ്ങനെയാണ്. തന്ത്രിയുടെ വലിയ അധികാരമാണ്. നമ്മൾ പറയുമ്പോൾ താന്ത്രിക അധികാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ലഘൂകരിക്കരുത്. ഫലത്തിൽ അദ്ദേഹം കൂട്ടുനിന്നു എന്നുള്ളത് തന്നെയല്ലേ? അങ്ങനെയല്ലേ നമുക്ക് വ്യാഖ്യാനിക്കാനൊക്കൂ. സാർ, അപ്പോൾ സാധാരണക്കാരനുണ്ടായി പോകുന്ന ഒരു സംശയം, SIT കണ്ടുപിടിച്ചു എന്ന് കരുതപ്പെടുന്ന അത്തരം വിവരങ്ങൾ എന്ന് പൊതുസമൂഹത്തിന് അറിയാൻ കഴിയും? കാരണം ഇപ്പോൾ ഉത്തരവ് സാർ പറഞ്ഞ പോലെ വിജിലൻസ് കോടതി ആയതുകൊണ്ട് തന്നെ SITക്ക് എല്ലാം നൽകണമെന്നില്ല. ഇപ്പോൾ അതായത് ജാമ്യത്തിൽ വിട്ടു എന്നുണ്ടെങ്കിലും ED അന്വേഷണം, മറ്റ് SIT കണ്ടെത്തിയ വിവരങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹത്തിന് വീണ്ടും പൂട്ടുവീഴാൻ സാധ്യത ഉണ്ടാകുമോ എന്ന് സമൂഹത്തിലെ കാര്യം, അയ്യപ്പനെ മാത്രമേ ജനം കാണുന്നുള്ളൂ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ മാത്രമേ സാധാരണക്കാരനായ അയ്യപ്പ ഭക്തൻ കാണുന്നുള്ളൂ. അപ്പോൾ ഇതിലൊരു ഉത്തരം ഇതിപ്പോൾ സർക്കാർ ചെയ്തത് രാഷ്ട്രീയമായിട്ട്, കാര്യം ഇവർ വിവിധ പ്രവേശനം നടത്തിയപ്പോൾ അതിനെ എതിർത്ത തന്ത്രി ആയതുകൊണ്ട് ചെയ്തതാണ്, മനഃപൂർവ്വം അദ്ദേഹത്തെ കുരുക്കിയതാണെന്ന് വ്യാഖ്യാനവും ഏറിൽ നിൽക്കുന്നുണ്ട്. സാർ, അതുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഇതിനെല്ലാം ഉത്തരവെന്ന് പറയുന്നത് ഈ കേസിന്റെ കുറ്റപത്രം വരുമ്പോഴാണ്. കുറ്റപത്രം പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ വൈകി എന്നുള്ള ആക്ഷേപങ്ങളുണ്ട്. കുറ്റപത്രം നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ കുറ്റപത്രം വൈകുന്നത് കൊണ്ടാണ് 90 ദിവസം കഴിഞ്ഞിട്ട് ചില പ്രതികളൊക്കെ സ്വാഭാവിക ജാമ്യത്തിൽ പോയത്. ഇപ്പൊ തന്ത്രിയും ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറും മാത്രമാണ് അതിനു മുമ്പേ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത് 41ാമത്തെ ദിവസം. മറ്റവരെല്ലാം സ്വാഭാവിക ജാമ്യത്തിൽ പോയി. കുറ്റപത്രം തയ്യാറാക്കുന്ന തിരക്കിലാണ് SIT. അവർക്ക് വളരെ പെട്ടെന്ന് ഈ കാര്യത്തിൽ കുറ്റപത്രം കൊടുക്കേണ്ടി വരും. കോടതി അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. കേസ് നിരീക്ഷിക്കുന്ന കോടതി പറയുന്നുണ്ട്, നിങ്ങൾ ധൃതിപ്പെടേണ്ട, വളരെ ശാസ്ത്രീയമായിട്ട് എടുത്തിട്ട് യുക്തിസഹമായ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറയുന്നെങ്കിലും SITയെ സംബന്ധിച്ചിടത്തോളം ഇനി കാത്തു നിൽക്കാൻ പറ്റത്തില്ല. കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ ട്രയലിലേക്ക് കടക്കും, കേസിന്റെ വിചാരണയിലേക്ക് വരും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന മുമ്പ് കുറ്റപത്രം വരും എന്ന് സാധാരണക്കാരന് പ്രതീക്ഷിക്കാമോ? കേരള സമൂഹത്തിന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും കുറ്റപത്രം ഇനി വൈകത്തില്ല അയ്യപ്പദാസ്. കുറ്റപത്രം വൈകത്തില്ല. അവർ ശാസ്ത്രീയം 1-2 ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയില്ല, ആ പാളികളുടെ ശാസ്ത്രീയ പരിശോധനയാണ്. അതിന്റെ കാലപ്പഴക്കം, അതിനകത്ത് എത്ര സ്വർണം പോയിട്ടുണ്ട്, ആ പാളികൾക്ക് ചില രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടോ, അതൊക്കെ ഇപ്പൊ VSSC ഒന്ന് പരിശോധിച്ചു. VSSC പരിശോധിച്ചിട്ടും പൂർണ്ണമായിട്ട് ഒരു സയന്റിഫിക് റിപ്പോർട്ടാണ് കാണുന്നില്ല. അത് പൂർണ്ണമായിട്ട് അവർക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബോംബെയില് ബാർക്കില് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ കൊണ്ടുപോയി ഒന്നുകൂടെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയാണ് അതിനകത്ത്. അത് വരുന്ന സമയത്ത് ആ ശാസ്ത്രീയ തെളിവ് ഇതിനകത്ത് വേണം, ഇല്ലെങ്കിൽ കോടതിയിൽ കേസ് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് എല്ലാ പഴുതടച്ച അന്വേഷണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം വലിയ താമസമില്ല, എനിക്ക് തോന്നുന്നു വലിയ താമസമില്ല, ഒരു 2 ആഴ്ചക്കകം തന്നെ കുറ്റപത്രം വരും. കുറ്റപത്രം വന്ന് കേസ് ട്രയലിലേക്ക്, വിചാരണയിലേക്ക് വരുമ്പോഴാണ് നമുക്കറിയാൻ പറ്റും എന്തെല്ലാമാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്, ഇവരുടെയൊക്കെ ബന്ധങ്ങൾ എന്തെല്ലാമാണ്, ആരൊക്കെ തമ്മിലാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്, ആർക്കൊക്കെയാണ് അതിനകത്ത് സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ 1-ാം പ്രതിയായിട്ടുള്ള ബന്ധങ്ങൾ എന്തെല്ലാമാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണം ശേഖരിക്കുകയോ മറ്റു കാര്യങ്ങളൊക്കെ തന്ത്രി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതികൾ ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായ തീരുമാനം വരും. അതെ, സമയപരിമിതിയാണ്, ഞാൻ ഇടപെടുകയാണ്. തുടർന്നും ഈ വിഷയം ഉണ്ടാകും. നമ്മൾ ഇവിടുന്ന് നേഷൻ ഫസ്റ്റ് താങ്കളെ ബന്ധപ്പെടുന്നതാണ്. വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി. താങ്ക് യു സാർ.